അങ്ങനെ പിണക്കമൊക്കെ മാറി രണ്ടുപേരും അത്താഴമൊക്കെ കഴിച്ച് റൂമിലേക്ക് പോയി കിടക്കാൻ. റൂമിൽ കിടക്കുന്നതിനിടയ്ക്ക് രവി ജസ്റ്റ് ഫോണൊന്ന് നോക്കിയതും അവളുടെ മെസ്സേജ് കിടപ്പുണ്ട്. ഇവളോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല മെസ്സേജ് അയക്കരുതെന്ന്. കുറേ മെസ്സേജ് അയച്ചേക്കുന്നു. രവി എത്തിയോ, കഴിച്ചോ, കുടിച്ചോ, കിടന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. അവൾക്കൊരു സമാധാനവും ഇല്ലെന്ന് അവന് തോന്നി. താൻ ഇനി അവളെ ഉപേക്ഷിച്ച് പോകുമോ എന്നൊക്കെ ആയിരിക്കും അവളുടെ പേടി. അങ്ങനെ ഉപേക്ഷിച്ച് പോകാനായിരുന്നെങ്കിൽ അവളെ സഹായിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. അത് അവൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് അവന് തോന്നി. രവി ഫോൺ നോക്കുന്നതിനിടയ്ക്ക് സൗമ്യ ഒന്ന് ശ്രദ്ധിച്ചു. അവൾ റീൽസിൽ മുഴുകിയിരിക്കുകയാണ്. ഭാഗ്യം അവൾ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ രമ്യയ്ക്ക് മറുപടി കൊടുത്താൽ തുരുതുരാ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. അത് ശരിയാവത്തില്ല. അതുകൊണ്ട് മെസ്സേജ് കണ്ടെങ്കിലും അവൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അവൾക്ക് കാര്യം മനസ്സിലായിക്കോളും. റിപ്ലൈ കൊടുക്കാതിരിക്കുമ്പോൾ സൗമ്യ അടുത്തുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ മെസ്സേജ് അയക്കാൻ നിൽക്കില്ല. അവൻ മെസ്സേജ് എല്ലാം റീഡ് ചെയ്തെങ്കിലും റിപ്ലൈ കൊടുത്തതുമില്ല. അതിനുശേഷം അവൻ വെറുതെ ഫോൺ തോണ്ടി നിന്നു. ഫോൺ തോണ്ടിക്കൊണ്ട് നിന്നെങ്കിലും അവൻ്റെ ചിന്ത മുഴുവൻ രമ്യയെക്കുറിച്ചായിരുന്നു. ഈ പെണ്ണെന്താ ഇങ്ങനെ, ഈ പെണ്ണിനെ എങ്ങനെ മാറ്റിയെടുക്കും? കൗൺസിലിങ്ങിന് കൊണ്ടുപോയെങ്കിൽ അവൾ കുറച്ചൊക്കെ ഓക്കെ ആയേനെ. അല്ലാതെ ഒരു രക്ഷയുമില്ല. ഇതിപ്പോൾ തന്നെ കൂടി ബാധിക്കുമല്ലോ എന്നായിരുന്നു അവൻ്റെ ടെൻഷൻ. ഈ ടെൻഷനോ വേദനയോ വിഷമോ ഒന്നും സൗമ്യയുടെ മുമ്പിൽ കാണിക്കാനേ പാടില്ല. കാരണം ഇപ്പോൾ തനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത താൻ മുഖത്ത് എന്തെങ്കിലും വിഷമം കാണിച്ചു കഴിഞ്ഞാൽ അത് അവൾക്ക് ഉടനെ പ്രശ്നമാകും. അവൾ പിന്നെ ഒരു 100 ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പോൾ കൊച്ചുങ്ങളെ കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യമാണെങ്കിലും അമ്മയും മോളും കൂടെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് തനിക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷനേ വേണ്ട. കുട്ടികളുടെ പഠിത്തത്തെക്കുറിച്ചാണെങ്കിലും എല്ലാം അവളങ്ങ് നോക്കിക്കോളും. മറ്റേത് മോൻ്റെ കാര്യം നോക്കണം. എല്ലാ കാര്യങ്ങളും താനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൗമ്യ വന്നതിന് ശേഷം മോൻ്റെ കാര്യം ഉൾപ്പെടെ എല്ലാം അവളങ്ങ് ചെയ്തോളും. അതുകൊണ്ട് അവന് എന്ത് സമാധാനമെന്നോ. അപ്പോൾ പിന്നെ മനസ്സമാധാനക്കേട് മുഖത്ത് കാണിക്കാൻ പറ്റുമോ? അവളുടെ ചോദ്യങ്ങൾ താൻ ഉത്തരം പറയേണ്ടി വരും. വീട്ടിലെ കാര്യം രവി നോക്കുന്നുണ്ടോ? കൊച്ചുങ്ങളെ പഠിത്തം നോക്കുന്നുണ്ടോ? പിന്നെ രവിക്ക് എന്തോ ഇത്ര ടെൻഷനെന്ന് ചോദിച്ചാൽ താൻ എന്ത് മറുപടി പറയും? അതുകൊണ്ട് എപ്പോഴും അവളെ മുമ്പിൽ ചിരിക്കാനേ പറ്റൂ. വേദന ഉണ്ടെങ്കിലും അവളെ മുമ്പിൽ ചിരിച്ച് കളിച്ച് നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ ആ പെണ്ണിന് അത് മതി. അവൻ മനസ്സിൽ ചിന്തിച്ചു. പാവം, അവളെ തന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കുട്ടി. അവൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ അവളെ വട്ടം ചുറ്റി പിടിച്ചു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്ത് പറ്റി? ഒന്നുമില്ല. പിന്നെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. എന്താ, എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ചൂടെ? നീ എൻ്റെ അല്ലേ? ആണാണ്, രവിയുടെ തന്നെയാണ്. പെട്ടെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്കെന്തോ പെട്ടെന്നൊരു സ്നേഹം വന്നു. അവൻ പറഞ്ഞു. കൊഞ്ചണ്ട, നമുക്ക് കിടന്നാലോ? രവി പറഞ്ഞു. ഓക്കേ, കിടക്കാം. അങ്ങനെ ഫോൺ വെച്ച് ലൈറ്റ് അണച്ച് അവർ കിടന്നു. കിടക്കുന്നതിനിടയ്ക്കും അവൻ അവളെ മുറുകെ പിടിച്ചു. തൻ്റെ സ്വന്തം, തൻ്റെ മാത്രം ഭാര്യ. അവളില്ലാതൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അവളാണ് എൻ്റെ എല്ലാം, എൻ്റെ ഐശ്വര്യം, എൻ്റെ വീട്ടിലെ വിളക്ക്, എൻ്റെ കുട്ടികളുടെ നല്ലൊരമ്മ, നല്ലൊരു മരുമകൾ. അവളാണ് ഈ വീടിൻ്റെ ഐശ്വര്യവും തൻ്റെ സർവസ്വവും അവളാണ്. അവളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവന് അറിയാതെ കണ്ണുകൾ നിറഞ്ഞുപോയി. കണ്ണുനീർ തുള്ളി അവളുടെ കൈകളിലോ അല്ലെങ്കിൽ അവളുടെ മുഖത്തോ പറ്റാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. കാരണം പിന്നെ അത് മതി അവൾക്ക് അടുത്ത പ്രശ്നം. അങ്ങനെ അവളെ മുറുകെ പിടിച്ച് അവൻ അന്നത്തെ ദിവസം കിടന്നുറങ്ങി. അതിനുശേഷം നേരം വെളുത്ത് രാവിലെ ഓഫീസിലെ കാര്യങ്ങളും തിരക്കുകളും ഒക്കെയായി. മറുവശത്ത് രമ്യയ്ക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അവൾക്ക് കിടക്കുന്നെങ്കിലും ഉറക്കം വരുന്നില്ല. അവൾക്ക് ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. തൻ്റെ രവി ആ ഒരു ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. രവി തന്നെ വിട്ടു പോകുമോ? രവിയെ തനിക്ക് സ്വന്തമാക്കണം. അവൾക്ക് എന്തോ ഇടയ്ക്കൊക്കെ സൗമ്യയോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കിയവൾ, തൻ്റെ ഭർത്താവിനെ അല്ലാതെ അവൾക്ക് കല്യാണം കഴിക്കാൻ വേറെ ഒരാണുങ്ങളും ഈ ലോകത്തില്ലായിരുന്നോ? അവൾക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ സ്വയം സമാധാനിക്കും. എന്തിനാ താനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? താൻ ഉപേക്ഷിച്ച് പോയതുകൊണ്ടല്ലേ അദ്ദേഹത്തിനെ സൗമ്യ സ്വന്തമാക്കിയത്? അവൾക്ക് പലവിധ ചിന്തകൾ അവളുടെ മനസ്സിലേക്ക് കാട് കയറി വരുന്നുണ്ടായിരുന്നു. രവി തൊട്ടടുത്തുണ്ടെങ്കിലും രവിയെ തനിക്ക് സ്വന്തമാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നതായിരുന്നു അവളുടെ ടെൻഷൻ. സൗമ്യയ്ക്ക് സ്വന്തമാണ് രവി. അവൾക്കത് അംഗീകരിക്കാനും പറ്റുന്നില്ല. അവൾക്ക് ആകെപ്പാടെ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടായിരുന്നു. ഓരോ ദിവസവും വിഷമഘട്ടത്തിൽ കൂടിയാണ് അവൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. പഴയ ആ സ്നേഹം രവിയിൽ നിന്ന് ഇല്ലാതായതിനു ശേഷമാണ് അവൾക്ക് ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. കാരണം എപ്പോഴും കാണണം, സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, മെസ്സേജും അയച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പെട്ടെന്നാണ് ഈ അകൽച്ച വന്നത്. ആ അകൽച്ച വന്നതിന് ശേഷം തൊട്ട് രമ്യയുടെ ജീവിതത്തിലെ താളം തെറ്റാൻ തുടങ്ങി. അവൾക്ക് ഏത് സമയവും രവിയെക്കുറിച്ചുള്ള ചിന്തകൾ, ഇടയ്ക്കിടയ്ക്ക് മനസ്സിനെ കൺട്രോൾ തെറ്റിപ്പോകുന്നു, ഇടയ്ക്ക് കരയണമെന്ന് തോന്നുന്നു, ചിലപ്പോൾ വല്ലാത്തൊരു മാനസിക അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. രവി ഇല്ലാത്തൊരു ജീവിതം. രവി പക്ഷെ ഉണ്ടല്ലോ. രവി അങ്ങനെയല്ല. രവി തന്നോടൊപ്പം ഏത് സമയവും ഉണ്ടാവണം. പക്ഷെ അത് ആഗ്രഹിക്കാൻ പറ്റില്ല. അവൾക്ക് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. രവിയോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കുന്നില്ല. മെസ്സേജ് അയച്ചാൽ രവി കണ്ടാൽ പോലും റിപ്ലൈ തരുന്നില്ല. അതൊക്കെയായിരുന്നു അവളെ അലട്ടുന്ന പ്രശ്നങ്ങൾ. അടുത്ത് സൗമ്യ ഉള്ളത് കൊണ്ടായിരിക്കാം, പക്ഷെ അവൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ ദൈവം?
വല്ലാത്ത വിഷമഘട്ടത്തിൽ കൂടിയായിരുന്നു അവൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അവൾക്ക് രവി ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും കടയിലെത്തി 11 മണി ആയപ്പോഴേക്കും രമ്യ വിചാരിച്ചു രവി ഒന്ന് വിളിച്ചു നോക്കാം. കാരണം രവിക്ക് 11 മണിക്ക് ചായ സമയമാണ്. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു 100 വട്ടം വിളിച്ചു, കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ്. അതെന്ത് പറ്റിയെന്നാണ് അവൾ ചിന്തിച്ചത്. രവിയുടെ ഫോൺ അങ്ങനെ സ്വിച്ച് ഓഫ് ആവുന്നതല്ലല്ലോ, എന്താ പറ്റിയത്? അവൾക്ക് ആദ്യം ഏറി. അവൾക്ക് ജോലി ചെയ്യാൻ പിന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു മാനേജറോട്, എനിക്ക് ഹാഫ് ഡേ ലീവ് വേണം സാർ, എന്തോ ഒരു വയ്യായിക പോലെ. ഈ ഇടയായിട്ട് രമ്യ ആക്റ്റീവ് അല്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല സാർ, എന്തോ ശാരീരികമായിട്ടൊരു വയ്യായിക ഉണ്ട് എനിക്ക്, ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തോട്ടെ? എടുത്തോളൂ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവൾ ഹാഫ് ഡേ ലീവ് എടുത്ത് ഹോസ്റ്റലിലേക്ക് പോയി. കുറേ നേരം ആലോചിച്ച് കിടന്നു, കുറേ നേരം പൊട്ടിക്കരഞ്ഞു. അവൾക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തുണിക്കടയിൽ വെച്ച് കരയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ 100 ചോദ്യം ചോദിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹാഫ് ഡേ ലീവ് എടുത്തത്. അവൾക്ക് രവിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതായിരുന്നു ടെൻഷനും കരച്ചിലും വരാൻ കാരണം. അവൾ അപ്പോഴും വിളിച്ചു നോക്കി, സ്വിച്ച് ഓഫ്. അങ്ങനെ ചായ സമയമൊക്കെ കഴിഞ്ഞ് മറുതലയ്ക്കൽ രവി ഫോൺ എടുത്ത് നോക്കി. ആരുടെയും കോളും ഇല്ല, മെസ്സേജും ഇല്ല. അപ്പോഴാണ് അവന് ഒരു കാര്യം മനസ്സിലായത്. ഇന്നലെ രമ്യയുടെ കോള് താൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ ബ്ലോക്ക് അഴിച്ചതും ഒത്തിരി മിസ് കോൾ കിടക്കുന്നു. ഇവൾക്കിത് എന്ത് പറ്റി? അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിച്ചതും അവൾ ഫോൺ എടുത്ത് ഒറ്റ കരച്ചിലായിരുന്നു. രവി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഞെട്ടിപ്പോയി. എന്ത് പറ്റി നിനക്ക്, എന്ത് പറ്റി? നീ കാര്യം പറ, എന്തിനാ കരയുന്നത്? അവൻ ആർത്ത് പിടിച്ച് ചോദിച്ചു. രവി എന്ത് പറ്റി? രവി എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്? ഞാനങ്ങ് പേടിച്ചു പോയി ആകെപ്പാടെ. അടി, സ്വിച്ച് ഓഫ് ചെയ്തല്ല, അത് ചാർജ് ഇല്ലായിരുന്നു. അവളെ ബ്ലോക്ക് ചെയ്തെന്ന് പറയാൻ അവൻ്റെ മനസ്സനുവദിച്ചില്ല. കാരണം പിന്നെ അവൾക്ക് അത് മതി സങ്കടപ്പെടാൻ. എടി, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, ഇന്നലെ ഞാൻ ചാർജ് ചെയ്യാൻ വിട്ടുപോയി, ഇപ്പോഴാണ് ചാർജ് ആയത്. രവിക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞു ഫോൺ സ്വിച്ച് ഓഫ് ആവുമെന്ന്. ഞാൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ചു പോയി. എനിക്ക് രവിയെ കാണണം. അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മൾ ഇന്നലെയല്ലേ കണ്ടത്, അവൻ എപ്പോഴും കാണാൻ പറ്റുമോ? നീ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ തന്നെ അവൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ താമസിച്ചു, ഞാൻ വിളിച്ചില്ല എന്നും പറഞ്ഞിട്ട്. രവി ഇച്ചിരി നേരത്തെ ഇറങ്ങി. ഞാൻ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് രവിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് കാരണം എനിക്ക് പിന്നെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് ഹോസ്റ്റലിലേക്ക് വന്നു. ഞാൻ ഈ കട്ടിലിൽ ഒരു കിടക്കുകയാണ്. എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. രവിയെ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. രവിയുടെ ഫോൺ സ്വിച്ച് ഓഫ്. രവി ഫോൺ തിരിച്ച് വിളിച്ചപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത്. രവി എനിക്കൊന്ന് കാണണം പ്ലീസ്, ഒരു മിനിറ്റ് മതി, അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് മതി, എനിക്ക് രവിയെ കാണണം. അവൾ യാചിക്കാൻ തുടങ്ങി. എനിക്ക് രവി ഇല്ലാതെ പറ്റുന്നില്ല. രവി ഒന്ന് കണ്ടാൽ മാത്രം മതി, എനിക്ക് കുറേ നേരം ഒന്നും സംസാരിക്കേണ്ട, എനിക്ക് രവിയെ ഒന്ന് കണ്ടാൽ മാത്രം മതി. രവി ജോലി കഴിഞ്ഞ് ഇതിലേക്കൂടെ ഒന്ന് പോയാലും മതി. അവളുടെ യാചന അവനെ വല്ലാതെ തളർത്തി കളഞ്ഞു. അവൾ എന്താണ് ഇങ്ങനെ കിടന്ന് യാചിക്കുന്നതെന്നാണ് അവൻ ചിന്തിച്ചത്. ഓക്കെ, നീ സമാധാനപ്പെടും, ഞാൻ ജോലി കഴിഞ്ഞ് അതിലേക്കൂടെ വരാം. അങ്ങനെ അവളെ സമാധാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അവന് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓഫീസിൽ നല്ല ആക്റ്റീവായിട്ടിരുന്ന രവിയാണ് പെട്ടെന്ന് ഡൗൺ ആയി. അവൻ മേശപ്പുറത്ത് തല കുമ്പിട്ട് കിടന്നു. സഹപ്രവർത്തകർ ചോദിച്ചു, എന്തു പറ്റി നിനക്ക്? നീ ഇത്രയും നേരം നല്ലോണം നിന്നെയാണല്ലോ, ഒരു ഫോൺ വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെ ആയത്. ഒന്നുമില്ലടാ, തലവേദനയോ? നീ ഇത്രയും നേരം നല്ലതുപോലെ നിന്നില്ലേ? നിനക്ക് ഒരു തലവേദനയില്ലായിരുന്നല്ലോ. തലവേദന നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണോ വരുന്നത്? എനിക്ക് തലവേദനിക്കുന്നു, കുറച്ച് സ്വസ്ഥമായിട്ടിരിക്കട്ടെ, നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെ സഹപ്രവർത്തകരെല്ലാം മാറ്റി നിർത്തി രവി കുനിഞ്ഞു കിടന്നു. രവിക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. താൻ വല്ലാത്തൊരു കുരുക്കിലാണ് അകപ്പെട്ടതെന്ന് രവിക്ക് തോന്നി. അതിൻ്റെ എന്താവശ്യമായിരുന്നു തനിക്കെന്നായിരുന്നു അവൻ ചിന്തിച്ചത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ സഹതാപമോ സ്നേഹമോ കാണിച്ചു പോയാൽ താങ്കളുടെ ജീവിതം തന്നെ നഷ്ടമാകുമെന്നായിരുന്നു അവൻ്റെ ജീവിതം പഠിപ്പിച്ചത്. ഇപ്പോൾ രമ്യയ്ക്ക് തന്നെ ഉപേക്ഷിക്കാനും വയ്യ, രമ്യയെ തനിക്ക് ഉപേക്ഷിക്കാനും വയ്യാത്തൊരവസ്ഥയിൽ വന്നെത്തി നിൽക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അവന് എത്ര ആലോചിച്ചിട്ടും എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവന് മൊത്തത്തിൽ ശരീരം കുഴയുന്നത് പോലെ തോന്നി. എന്ത് ചെയ്യാനാണ്? ഇതിനൊരു മറുപടി ഉണ്ടോ, അതല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്നാണ് അവൻ ചിന്തിച്ചത്. ഈ ഒരു വിഷയം ഒരു മനുഷ്യനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. കാര്യം അവളുടെ അമ്മ ഉൾപ്പെടെയുള്ളവരാണ് ഈ ബന്ധത്തെ കാണുന്നതിനാണെങ്കിലും എല്ലാത്തിനും എതിർത്തത്. പിന്നെ തനിക്ക് ആരോടെങ്കിലും ഇതിനെപ്പറ്റി ഷെയർ ചെയ്യാൻ പറ്റും? എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തി, ആരും തന്നോട് സഹകരിക്കുക പോലും ചെയ്യത്തില്ല. കാരണം ഒരിക്കൽ തന്നെയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയവളെ തിരക്കി താൻ വീണ്ടും പോയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്നോട് മിണ്ടാനോ സഹകരിക്കാനോ നിൽക്കില്ല. അതുകൊണ്ട് ഈ വിഷയം ആരോടും പറയാനും പറ്റില്ല. അവന് വല്ലാത്തൊരു ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കെന്നുള്ള ഒരു അവസ്ഥയിലായിപ്പോയി രവി. അവളോട് പറഞ്ഞ അവൾക്കൊട്ട് മനസ്സിലാവുന്നതുമില്ല. തനിക്ക് ആ റിലേഷനിൽ നിന്ന് പിന്മാറാനും പറ്റുന്നില്ല. എന്നാൽ സൗമ്യ തനിക്ക് എപ്പോഴും വേണം താനും. രമ്യ കൂടുതൽ അടുക്കാൻ ശ്രമിക്കും തോറും അവന്
സൗമ്യയെ അത്രത്തോളം അവൻ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കുന്നത്. തൻ്റെ സൗമ്യ തനിക്ക് നഷ്ടപ്പെടുമോയെന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് അവനൊരു പേടി വരുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽപ്പെട്ട് രവി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.